മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് തന്നെ ഉദ്ധരിച്ച സംഭവം, എന്റെ പ്രിയപ്പെട്ട മാതാവ് നേരത്തെ മരണപ്പെട്ടുപോയി, എന്റെ പ്രിയപ്പെട്ട ഉപ്പയും എനിക്ക് നഷ്ടപ്പെട്ടുപോയി, ഒരനാഥ ബാലനായിട്ടാണ് ഞാൻ വളരുന്നത്. പക്ഷേ എന്റെ സംരക്ഷണം എന്റെ വെല്ലിപ്പാന്റെ കയ്യിലാൽ. അബ്ദുൽ മുത്തലിബാകുന്ന എന്റെ വെല്ലിപ്പ, ആ വെല്ലിപ്പയാണ് എന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം വെല്ലിപ്പാന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒരിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ രസിച്ച് കളിക്കുകയാണ്. പതുക്കെ ഞാൻ വെല്ലിപ്പാന്റെ കൈയൊന്നങ്ങോട്ട് വിട്ടു. വെല്ലിപ്പ എന്നെ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കുട്ടിയല്ലേ, ഒന്ന് കളിച്ചോട്ടെ എന്ന് കരുതി എന്നെ ഫ്രീ ആക്കി വിട്ടുതന്നു. ഞാൻ എന്റെ ആവേശത്തിനുള്ള ഓട്ടമല്ലേ, ഞാനങ്ങനെ കളിച്ച് നടന്ന് ഒരുപാട് ദൂരങ്ങളിലേക്ക് അറിയാതെ അങ്ങ് നടന്നുപോയി. ആ നടത്തത്തിൽ എനിക്ക് വഴിതെറ്റിപ്പോയി. വലൽതു അൻ ജദ്ദി അബ്ദുൽ മുത്തലിബ് വഅന സബിയ്യുൻ ലാഇഉൻ. എന്റെ വെല്ലിപ്പന്നെ ശ്രദ്ധിക്കാനും മറന്നു. ഞാൻ അങ്ങനെ നടന്നിട്ട് വഴിതെറ്റുകയും ചെയ്തു. വെല്ലിപ്പ ആകെ ടെൻഷനിലാണ്. ഞാനിങ്ങനെ നടന്ന് തളർന്ന് എവിടെ എത്തിയെന്നറിയോ? കാതൽ ജോ യഖ്തുലനീ. എനിക്ക് വല്ലാതെ വിശപ്പ് പിടിപെട്ടിട്ട് ഞാനിപ്പം മരിച്ചു പോകുമോ, ഞാൻ പേടിച്ചുപോയി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഞാൻ ബുദ്ധിമുട്ടി. വല്ലാതെ വിശപ്പിന്റെ കാഠിന്യം, ഞാനിപ്പം വിശന്നിട്ട് മരിക്കുമോ എന്ന പേടി. ആ അവസ്ഥയിൽ അങ്ങ് എത്തിയിട്ടുണ്ട്. എന്റെ വെല്ലിപ്പയാകുന്ന അബ്ദുൽ മുത്തലിബോ, മൂപ്പര് ചെയ്ത പണി എന്താണെന്നറിയോ? മൂപ്പര് നേരെ കഅബ ശരീഫിന്റെ അടുക്കൽ ചെന്ന് കഅബത്തിന്റെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്. പടച്ചോനെ, അനാഥ ബാലനാകുന്ന മുഹമ്മദിന്റെ സംരക്ഷണം എന്റെ കയ്യിലേൽപ്പിച്ച റബ്ബേ, ആ അനാഥ ബാലൻ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ പൊന്നുമോനെ എനിക്കൊന്ന് തിരിച്ചു തരണേ അല്ലാ. അതിനെ തിരിച്ചെത്തിക്കാനുള്ള സഹായ കരങ്ങളെ, ഹസ്തങ്ങളെ എനിക്ക് നീ നിശ്ചയിച്ചു തരണേ റബ്ബേ. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ആ സമയത്താണ് അബൂജഹല് തന്റെ ഒട്ടകപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറ്റി അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കുന്നു. റസൂലുള്ളാഹിന്റെ ജന്മശത്രുവായ അബൂജഹല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുപോയി ഇരുത്തുക. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞു തീർക്കാൻ കഴിയൂല, പറയാൻ യോഗ്യനുമല്ല. പക്ഷേ ഒരല്പെങ്കിലും നമ്മുടെ മനസ്സിൽ ഇടം നേടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, അബ്ദുൽ മുത്തലിബിന്റെ മുന്നിലേക്ക് അബൂജഹല് എന്നെ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇറക്കി കൊടുത്തു. എന്നിട്ട് അബൂജഹല് അബ്ദുൽ മുത്തലിബിനോട് പറയുന്ന ഒരു കാര്യം ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക. എന്താ പറയുന്നറിയോ? അബ്ദുൽ മുത്തലിബേ, നിന്റെ ഈ കുട്ടിയുണ്ടല്ലോ, ഇതൊരു വല്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ. ഇതിന്റെ അടുത്ത് എന്തെല്ലോ ഒരു സൈസ് വിക്രസ് ഉണ്ട്, എന്തെല്ലോ ഒരു കളി ഈ സാധനത്തിന്റെ അടുത്തുണ്ട് കേട്ടോ. ഇതൊരു സാധാരണ കുട്ടിയൊന്നും അല്ല. ആരാ പറയുന്നത്? അബൂജഹൽ. അപ്പൊ അബ്ദുൽ മുത്തലിബിന് ആവേശായി. അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അല്ല അബൂജഹൽ, എന്തേ ഇങ്ങനെ പറയാൻ കാരണം? അബൂജഹൽ അബ്ദുൽ മുത്തലിബിനോട് പറയാം, ലാ നദിരി മാദാ തറാ മിൻ ഇബ്നിക്. ഇന്റെ ഈ മോന്റെ അടുത്ത് എന്തെല്ലാം കാണുന്നത് നമുക്ക് തിരിയുന്നില്ല, എന്തൊക്കെയോ അത്ഭുത പ്രതിഭാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു, ലിമ യാ അബൂജഹൽ, അല്ല അബൂജഹലെ, എന്താ അങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് അബൂജഹലദാ തന്റെ അനുഭവകഥ വിശദീകരിക്കുന്നു. മറ്റൊന്നുമല്ല അബ്ദുൽ മുത്തലിബേ, ഞാനിങ്ങനെ വരുന്ന വഴിയാണ്. ആ വരുന്ന വഴിയിൽ ഈ മുഹമ്മദ് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. വെപ്രാളത്തിലാണ്, ബേജാറിലാണ്. അപ്പൊ എനിക്കൊരു നല്ല മനസ്സ് തോന്നി. ചെറിയ കുട്ടിയല്ലേ, ആരെങ്കിലും അപകടപ്പെടുത്തരുത് എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിട്ട് ഈ മുഹമ്മദാകുന്ന മകനെ ഞാൻ പതുക്കെ പിടിച്ചെന്റെ ഒട്ടകക്കട്ടിലിരുത്തി. ഞാൻ പതുക്കെ ഒട്ടകത്തിന്റെ ബാക്കിൽ, എന്റെ ഒട്ടകക്കട്ടിലിന്റെ പിന്നിലാടിരിച്ചു. ഞാനാണല്ലോ മുതലാളി, പോരാത്ത കുറേശിക്കൂട്ടത്തിൽ വലിയ പ്രഗത്ഭന. അങ്ങനെ മുതലാളിയായ ഞാൻ ഒട്ടകക്കട്ടിലിന്റെ മുന്നിലിരുന്ന് മുഹമ്മദാകുന്ന ഈ കുട്ടിയെ ഞാൻ ബാക്കിലിരിച്ചു. എന്റെ ഒട്ടകത്തോട് എഴുന്നേറ്റേക്കാൻ പറഞ്ഞപ്പോ ഒരു കൂസലുമില്ല, എന്റെ ഒട്ടകത്തിന് അനുസരിക്കുന്നില്ല. എനിക്ക് ടെൻഷൻ വന്നു. എന്തേ പറ്റി? ഒട്ടകത്തിന് വല്ല തകരാറും പറ്റിയോ? ഒന്നിറങ്ങി ഒട്ടകത്തിന്റെ കയ്യിലും കാലിനൊക്കെ ഒന്ന് തട്ടിമുട്ടി നോക്കി, ഒരു തകരാറില്ല. മൂപ്പര് നല്ല ഹാപ്പിയിൽ തലയൊക്കെ തിരിക്കുന്നുണ്ട്, പക്ഷെ ഇരുന്നിടത്ത് നനങ്ങുന്നില്ല. രണ്ടാമതും കാര്യമായിരുന്നു, അനക്കല്ല. അപ്പൊ തോന്നി എനിക്ക്, മുമ്പൊക്കെ ഈ കുട്ടിയിൽ നിന്ന് ചില വിക്രസൊക്കെ കാണലുണ്ട്. അപ്പൊ ഈ കുട്ടിയെ ഞാൻ എന്തെങ്കിലും പരിഗണിച്ചതിന് മോശം വന്നുപോയോ എന്നെനിക്കൊരു തോന്നൽ.
ഞാൻ മൂന്നാമത് മുഹമ്മദിനെ പിടിച്ചിട്ട് ഞാൻ മുമ്പിലിരിച്ചു, എന്നിട്ട് ഞാൻ പിന്നിലിരുന്നു. എന്നിട്ട് ഒട്ടകത്തോടങ്ങ് എഴുന്നേറ്റാൻ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അബൂജഹൽ പറയാണ്, എന്റെ ഒട്ടകത്തിന് ഒരു തകരാറുമില്ല, ഒന്നാന്തരം ചുണക്കുട്ടിയെ പോലെ വളരെ സുന്ദരമായി അത് എഴുന്നേറ്റ് നടക്കുകയാണ്, വളരെ സുഖസുന്ദരമായി എഴുന്നേറ്റ് നടക്കുന്നു. എന്നിട്ട് അബൂജഹൽ പറയുന്നു, അബൂജഹൽ എന്നിട്ട് പറയുകയാണ് അബ്ദുൽ മുത്തലിബിനോട്, അബൂജഹലെ, ആ ഒട്ടകം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോ ആ ഒട്ടകം എന്നോട് ഇങ്ങനെ പറയുന്നതായി എനിക്ക് അനുഭവപ്പെടുകയാണ്. ആ ഒട്ടകം എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയാ. എന്താ പറയുന്നത്? യാ അഹ്മഖ്, ഓ പമ്പര വിഡ്ഢി. ആരെയാ വിളിക്കുന്നത്? പൈസ കൊടുത്ത് വാങ്ങി അതുവരെ പുല്ലും വെള്ളവും കൊടുത്ത് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി പോറ്റി സംരക്ഷിച്ച യജമാനൻ. ആ യജമാനന് സ്വന്തം പോറ്റുമൃഗത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല അഭിമുഖ സംഭാഷണം എന്താണെന്നറിയോ? യാ അഹ്മഖ്, ഓ പമ്പര വിഡ്ഢി. അള്ളാന്റെ റസൂല് സാധാരണ അറബി പയ്യനാണെന്നൊക്കെ പറഞ്ഞ ടീമിനോട് ഏത് ഭാഷയിലാ പ്രതികരിക്കേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി. പക്ഷേ സംസ്കാരം വിട്ട ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം നമ്മൾ മൃഗമല്ല, മനുഷ്യനാണ്. മൃഗമായതുകൊണ്ട് അമ്മാതിരി ഭാഷയൊക്കെ ഉപയോഗിച്ചു. മനുഷ്യനായ നമ്മൾ അതിന്റെ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം. യാ അഹ്മദ്, ഓ പരമവിഡ്ഢി. ഒട്ടകനോട് പറയാ. എന്നിട്ട് ഒട്ടകം ചോദിക്കുന്നു, ഓ പരമവിഡ്ഢി, ഞാൻ എന്ത്? ഈ ഒട്ടകം എന്നോട് പറയുന്നു, ഹുവൽ ഇമാം ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി. ഈ മുമ്പിലിരുന്ന നീ ആരാന്നറിയോ? നീ മഅ്മൂനാണ്. നേരത്തെ നീ പിന്നിലിരുത്തിയ ആളാരാന്നറിയോ? ഹുവൽ ഇമാം, അത് ഇമാമാണ്. ഭാവിയിൽ എല്ലാരും തുടരേണ്ട നേതാവായി വരേണ്ട കുട്ടിയാണ് ഈ കുട്ടി. ആ കുട്ടി ഇമാമാണ്. ഇമാമ് മുമ്പിലാതിരിക്കേണ്ടത്, മഅ്മൂമ് ബാക്കിലാണ്. മഅ്മൂമ് മുമ്പിൽ ഇരുന്നിട്ട് ഇമാമ് ബാക്കിലിരുന്ന നൃത്തം ശരിയല്ല. അതുകൊണ്ട് ആ പള്ളിയിൽ എപ്പോൾ മെഹ്റാബ് ഉണ്ടാക്കുന്ന മുമ്പിലാ. പള്ളി കമ്മിറ്റിക്കാർക്ക് ഉസ്താദന്മാരോട് വല്ലാണ്ട് വെറുപ്പ് കൂടി. അങ്ങനെ പുതിയ പള്ളി ഉണ്ടാക്കുന്നതിന് ഇമാമ നിൽക്കുന്ന മെഹ്റാബ് ബാക്കിലായിക്കോട്ടെ എന്ന് തീരുമാനിച്ച സംഗതി ജമാഅത്തിന്റെ കൂലിയൊന്നും കിട്ടൂല. ഡ്രൈവർ എപ്പോൾ മുമ്പിൽ തന്നെ നിൽക്കണം. മെഹ്റാബ് എപ്പോഴും മുമ്പിൽ, ഇമാമ് മുമ്പിലാണ്. ആ മഅ്മൂമുകളൊക്കെ പിന്നിൽ നിൽക്കണം. അബൂജഹലിനോട് ഒട്ടകം പറയാ, ഹുവൽ ഇമാം ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി. അല്ല മോനെ, എങ്ങനെയാണ് ഈ തുടരപ്പെടുന്ന ഇമാമിന്റെ മുന്നിൽ തുടരപ്പെടേണ്ടുന്ന മഅ്മൂമായ നീ എങ്ങനെയാണ് മുമ്പിലിരിക്കുക? നീ നേരത്തെ മുന്നിലിരുത്തിയത് ശരിയല്ല, പിന്നിലിരുത്തിയത് തെറ്റാണ്. നീ മുമ്പിലിരുന്നത് ശരിയല്ല. ഇപ്പൊ മുഹമ്മദിനെ നീ മുമ്പിലിരുത്തി, ഇപ്പൊ സിറ്റ് റെഡിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത്. ഈ ആശയത്തെ അബൂജഹൽ ഈ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഓ അബ്ദുൽ മുത്തലിബേ, നിന്റെ മകൻ വല്ലാത്തൊരു അത്ഭുതം കാണിക്കുന്ന കുട്ടിയാണ്. ഈ മകനിൽ നിന്ന് എന്തൊക്കെയോ അത്ഭുതങ്ങൾ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ മകനിന് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കുട്ടിക്കാലത്ത് അത്ഭുത ബാലനാണ് മുഹമ്മദ് നബി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? പ്രവാചകന്റെ ജന്മശത്രു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ റസൂലുള്ളാഹിന്റെ ആളാന്ന് പറയുന്ന ടീം എന്താ പറയുന്നത്? അതൊരു അറബി പയ്യനാണ്. നുബുവത്തൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒരു അറബി പയ്യനായി ജീവിച്ച ആളാണ്. കൂട്ടത്തിൽ ആരാ മെച്ചോന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളി. അല്ലാഹു തആല നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. പക്ഷെ നമുക്ക് റസൂലുള്ളാഹിനെ പറ്റി അറബി പയ്യെന്നല്ല എന്ത് പറഞ്ഞാലും ഒരു വിഷമവും. നമ്മളിങ്ങനെ കഴിക്കണം, നോമ്പ് വെക്കണം, ഇങ്ങനെ പോകണം, നമ്മൾ ദുനിയാവിന്റെ മൈസത്തും കാര്യം കൊണ്ട് പോകണം. അതാരെന്ത് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. അവിടെയാണ് നമ്മുടെ ഈമാനിന്റെ ദുർബലത. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ ഖൽബിൽ ഇടം നേടണമെങ്കിൽ ആ ഹബീബിനെ ബഹുമാനിക്കേണ്ടുന്ന മനസ്സുണ്ടാകണം. ഹബീബിനോട് ബഹുമാനം തോന്നണമെങ്കിലോ പ്രവാചകന്റെ ബഹുമാനത്തെപ്പറ്റി പഠിക്കണം. ആ ബഹുമാനം പഠിക്കുന്ന വിഭാഗത്തിന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മനസ്സുകൊണ്ടടുക്കാൻ കഴിയുകയുള്ളൂ. അധിപനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈ സദസ്സ് അതിനുപകരിക്കുന്ന സദസ്സാക്കി നീ മാറ്റിത്തരണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മാറിയൊരു ജീവിതം നമുക്ക് വേണ്ട. പ്രവാചകനെ തടഞ്ഞു നിർത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട. പ്രവാചകനെ മാറ്റി നിർത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട.
പ്രവാചകനെ അവഗണിക്കുന്നവരോടുള്ളൊരു കൂട്ടുകെട്ട് നമുക്ക് വേണ്ട. നമ്മുടെ മനസ്സിൽ ആര് റസൂലുള്ളാഹി തങ്ങളെ വിട്ടുതരുന്നോ അവരോടാണ് നമുക്ക് ഏറ്റവും വലിയ സ്നേഹം വേണ്ടത്. നമ്മുടെ മനസ്സ് പ്രവാചകനിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ആരോ അവരോടാണ് നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത്. അതാണ് അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ചെയ്യുന്ന സേവനം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സദസ്സുകൾ ഉണ്ടാക്കുന്നതും പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പാടുന്നതും ഹബീബിന്റെ മദ്ഹുകൾ പറയുന്നതും ഹബീബിന്റെ ആസാറുകൾ സംരക്ഷിക്കുന്നതും ഹബീബിന്റെ ബഹുമാനം എടുത്തുദ്ധരിക്കുന്നതും ഹബീബിലേക്ക് മനുഷ്യ മനസ്സുകളെ ഒഴുക്കുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഏറ്റവും വലിയ സേവനമാക്കി മാറ്റിയെടുത്തത് ആ ഹബീബിലേക്ക് ജനങ്ങളൊന്ന് അടുത്ത് കിട്ടാനാണ്. അതിലൂടെ നമ്മുടെ ഖൽബ് റസൂലുള്ളാഹിയിലേക്ക് അടുക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ രീതിയിൽ നമ്മുടെ മനസ്സ് റസൂലുള്ളാഹിയിലേക്ക് അടുക്കണം. പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പുറംപൂച്ചായി എഴുതി തള്ളേണ്ട വ്യക്തിത്വമല്ല. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ വഫീ റിവായത്തിൽ വമിൻ നഫ്സിഹി സദഖ റസൂലുള്ളാഹി. നിന്റെ മാതാപിതാക്കളേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, കുടുംബങ്ങളേക്കാൾ, ശിഷ്യന്മാരെക്കാൾ, സഹകാരികളേക്കാൾ, എന്തിനേറെ നിന്റെ സ്വന്തം ശരീരത്തേക്കാൾ നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി മാറണം. അപ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ കമാലിയത്തെന്ന് മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ആ ഒരു മാനദണ്ഡം വെച്ചളക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാനൊരു മുഅ്മിനാണെന്ന്? നമ്മിൽ എത്ര പേരുടെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുന്നുണ്ട്? അധിപനായ റബ്ബേ, പാപികളായ ഞങ്ങൾ ദുർബലന്മാരാൽ, ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ ദുഷിച്ചതാൽ, സാപാപികളായ ഞങ്ങളുടെ സാഹചര്യത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ